യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. പബ്ലിക് എക്സാമിന് മുൻപ് അധ്യാപകർക്ക് പല ലെവലിലുള്ള കുട്ടികളെയായിരിക്കും പരിശീലിപ്പിക്കേണ്ടത്. നന്നായി പഠിക്കുന്നവർക്ക് കൂടുതൽ നോട്ട്സ് നൽകും. എന്നാൽ പിന്നോട്ടായവർക്ക് പ്രത്യേക ക്ലാസ്സുകൾ നൽകി അവരെ ആ കടമ്പ കടക്കാൻ അവർ സഹായിക്കും. എന്നാൽ ഈ അധ്യാപകർക്ക് പോലും ഹോപ്പില്ലാത്ത ചില കുട്ടികളുണ്ട്. അവരെ കൈകാര്യം ചെയ്യുന്ന ചില മികച്ച അധ്യാപകരുമുണ്ട്. എതിർപ്പുകളെയും നെഗറ്റീവ് കമൻസുകളെയും ഒക്കെ അവഗണിച്ച് ഈ കൂട്ടർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകളും സമയം കൂടുതലെടുത്തുള്ള മറ്റു ക്ലാസ്സുകളും നൽകി ആദ്യ പാഠങ്ങൾ മുതൽ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് എടുക്കുന്ന ഈ അധ്യാപകർക്ക് തങ്ങളുടെ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന മികച്ച വിജയം നൽകുന്ന സംതൃപ്തിക്കപ്പുറം മറ്റൊന്നും വേണ്ട. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ഒപ്പം നടന്ന യേശു അവർക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ബുദ്ധിയെ തുറന്ന കാര്യം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇന്ന് ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൽ തുറക്കപ്പെട്ട 3ാമത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 24 അധ്യായം 31 വാക്യത്തിൽ പറയുന്നു, തുറക്കപ്പെട്ട കണ്ണുകൾ. തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ വീടെത്തി. എന്നാൽ യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. എന്നാൽ ഈ 2 പേർ യേശുവിനെ നിർബന്ധിച്ചു തങ്ങളോട് കൂടെ പാർക്കുവാൻ. തിരുവെഴുത്ത് വ്യാഖ്യാനിച്ചപ്പോൾ തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു എന്ന് 32 വാക്യത്തിൽ അവർ പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് എന്താണ്? 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാർ, ഈ 2 സാധാരണക്കാരായ ശിഷ്യന്മാർ, വളരെയേറെ പുരുഷാരം. ഇവരൊക്കെ യേശുവിൻ്റെ വചനം കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു. എന്നിട്ടും അവർക്കെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയില്ല യേശു ആരാണെന്ന്. ഈ 2 ശിഷ്യന്മാരുടെ വാക്കിൽ നിന്ന് നസറായനായ യേശു, പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നുവരെ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടതോടുകൂടി ഈ വിശ്വാസത്തിന് കുലുക്കം വന്നു. പലരും യേശു ഉയർത്തു, തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ഇവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മിൽ പലർക്കും ഇത്രയൊക്കെ അറിവുള്ളൂ. ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു, അത്ഭുതം ചെയ്യുന്ന യേശു, ഇതിനപ്പുറമുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്തടത്ത കാലത്തോളം നാം ഇതുപോലെ തന്നെ, ഈ ശിഷ്യന്മാരെ പോലെ തന്നെ ആയിരിക്കും. അവിശ്വാസികളായി, ഉറപ്പില്ലാത്തവരായി, പൂർണ്ണ നിശ്ചയമില്ലാത്തവരായി കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല എന്നെയും നിന്നെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പേരിൽ ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല. ക്രിസ്തു പരിജ്ഞാനത്തിൽ നാം അനുദിനം വളരണം. 100 ആടിൽ 1 തെറ്റിപ്പോയപ്പോൾ 99 വിട്ട് കാണാതെ പോയ 1 തേടിപ്പോയ യേശു ഇവിടെ പിന്മാറിപ്പോയ 2 പേരെ തേടി അവരോടൊപ്പം നടന്നു. ഒന്നാമതായി യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, യേശു ആരാണെന്ന് പൂർണ്ണമായ വെളിപ്പാട് പ്രാപിക്കാത്തടത്തോളം കാലം നാം അപൂർണരാണ്. ദൈവരാജ്യത്തിൻ്റെ അവകാശികളല്ല നാം. ആമുഖത്തിൽ പറഞ്ഞതുപോലെ മികച്ച അധ്യാപകനെ പോലെ യേശു അവർക്ക് തന്നെപ്പറ്റി വചനത്തിലുള്ളത് എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ വെളിപ്പാട് പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ കണ്ണ് തുറക്കണം. ഈ 2 ശിഷ്യന്മാർ കൂടെ നടന്ന വ്യക്തിയെ കണ്ടതാണ്, സംസാരിച്ചതാണ്, തൊട്ടതാണ്. എന്നിട്ടും അവർ കണ്ടില്ല, തിരിച്ചറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല ആ കൂടെ നടന്ന വ്യക്തി ക്രിസ്തുവാണ് എന്ന്. പുറം കണ്ണ് തുറന്നിട്ട് കാര്യമില്ല. എല്ലാവരും കാണുന്നത് പോലെ ക്രിസ്ത്യാനിയുടെ ദൈവം യേശു എന്നറിഞ്ഞിട്ടും കാര്യമില്ല. അകക്കണ്ണ്, അതായത് ആത്മീയ കണ്ണ് തുറക്കണം. അത് തുറക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ കത്തണം. വചനം ഹൃദയത്തിൽ കത്തണമെങ്കിൽ വചനം വായിക്കണം, അല്ലെങ്കിൽ കേൾക്കണം. ഇത്രയും കാലം നാം വചനം വായിച്ചിട്ടും കേട്ടിട്ടും ആത്മീയ കണ്ണുകൾ തുറന്നിട്ടില്ലേ? എങ്കിൽ നമ്മുടെ വായന ശരിയായില്ല. നാം വായിച്ചത് ഗ്രഹിച്ചില്ല. വചനം ഗ്രഹിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. നാം പരിശുദ്ധാത്മാവിന് ഈ കാര്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയും. പ്രാർത്ഥനയോടെ വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ ദൈവം കൃപ തരും. രണ്ടാമതായി യേശു അവരുമായി ഭക്ഷണത്തിനിരുന്നു. ഒരു കൂട്ടായ്മ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നു. ഒരുമിച്ചുള്ള ഭക്ഷണം ബന്ധങ്ങളെ ദൃഢമാക്കുന്നു, സ്നേഹം വർദ്ധിപ്പിക്കുന്നു. യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് കണ്ടപ്പോൾ യേശു പണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് അവർ ഓർത്തു.
പെസഹായുടെ തലേന്ന് 12 ശിഷ്യന്മാരുമായി അപ്പം നുറുക്കിയ സംഭവം അവർ ഓർത്തു. ജീവന്റെ അപ്പമാകുന്ന യേശു തന്നെ തന്നെ നുറുക്കി നമുക്ക് വീണ്ടെടുപ്പ് വില നൽകി എന്ന തിരുവചന സത്യം അവർ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണ് തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അവനെ അറിഞ്ഞു. ഈ അറിവ് എനിക്കുണ്ട്, ഇനി പ്രത്യേകിച്ച് ഒരറിവും വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പിന്നീട് നടന്ന സംഭവവുമായി ഒരു തുലനം ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അവരെന്താണ് ചെയ്തത്? ഒന്നാമതായി അവർ ആ നാഴികയിൽ തന്നെ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ഇത്ര ദൂരം, അതായത് 7 മൈൽ യാത്ര ചെയ്ത് വന്നവരാണവർ. ക്ഷീണം മാറ്റിയിട്ട് പോകാം, ഒന്നുറങ്ങിയിട്ട് പോകാം എന്നവർ കരുതിയില്ല. ഉടൻ തന്നെ അവർ പുറപ്പെട്ടു. തിരികെ പോയ സ്പീഡിൽ എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇന്നൊരു സന്തോഷ വാർത്ത നാം എത്ര എളുപ്പത്തിലാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ട് ആ നിമിഷം തന്നെ നമ്മൾ ലോകത്തെ അറിയിക്കും. യേശുവിനെ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ നാം ഇതുപോലെ ഈ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ ശിഷ്യന്മാർക്കുള്ള തിടുക്കം അല്ലെങ്കിൽ ധൃതി, വേഗത നമുക്കുണ്ടോ സുവിശേഷം ഷെയർ ചെയ്യാൻ? രണ്ടാമതായി അവർ പോകേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. അവർ യെരുശലേമിൽ നിന്ന് മടങ്ങി വന്ന് 11 ശിഷ്യന്മാരെ കണ്ടു. അവർക്ക് കിട്ടിയ പ്രത്യക്ഷതയെപ്പറ്റിയും വചന വെളിപ്പാടിനെ പറ്റിയും അവരോട് അറിയിച്ചു. ഈ കാര്യങ്ങൾ വെച്ച് ഒരു പുതിയ മിനിസ്ട്രി എമ്മാവൂസിൽ തുടങ്ങാനല്ല, 12 ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങിച്ചെല്ലാനാണ് അവർ തീരുമാനിച്ചത്. അവരോട് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ വിവരിച്ചു പറയുകയാണ് ചെയ്തത്. ഇന്ന് പിശാച് അനേകരുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ കണ്ണുകളെ അടച്ചു വച്ചിരിക്കുന്നു. വചനം അകത്ത് കടക്കാതെ ബുദ്ധിയെ അടച്ചു വച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഈ ദിവസങ്ങളിൽ അടച്ചവയൊക്കെയും തുറക്കപ്പെടുവാൻ കാരണമാകും. കണ്ണു തുറന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞവരാരും പിന്മാറിപ്പോയിട്ടില്ല. ശൗലിന് കിട്ടിയ ക്രിസ്തു വെളിപ്പാട് അദ്ദേഹത്തെ പൗലോസ് എന്ന അപ്പോസ്തലനാക്കി മാറ്റിയെങ്കിൽ ഈ വെളിപ്പാട് നമ്മയും അടിമുടി മാറ്റും. ദൈവവേല നമ്മിലൂടെ നടക്കും. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.